സീ ബേസിക്കലി പല ടൈപ്പ് ഓഫ് പേഷ്യൻസ് ഞാൻ എല്ലാ ലെവലിലുള്ള പേഷ്യൻസിനെയും കാണാറുണ്ടെന്നുള്ളതാണ്. ചിലര് ഇപ്പം ഞാൻ ഇന്നലെ വിളിച്ചിരുന്ന ഒരു പേഷ്യൻ്റ് അത് അവർ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചതാ എന്നുള്ളൊരു പേഷ്യൻ്റാണ്. അദ്ദേഹം പറയുന്നത് അവർക്ക് അദ്ദേഹം നമ്മളുടെ ഈ അവയർനെസ് ഉണ്ടായിരുന്നു. അപ്പം ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് പോയപ്പം അവർക്ക് ഒരു TMT പോസിറ്റീവായി. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തന്നെ സ്റ്റെന്റ് ഇടാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് അവയർനെസ് ഉണ്ട്. അത് ഈ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മൾ ആ മരുന്ന് ബ്ലഡ് ക്ലോട്ട് വരാതെ ഇരിക്കാനുള്ള ബ്ലഡ് തിന്നേഴ്സ് വളരെ കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും നമുക്ക് പേഷ്യൻസ് പോലും അത്രയും അവെയർ അല്ല. ഇതായത് സ്റ്റെന്റ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ക്ലോട്ടിന്റെ ബ്ലഡ് തിന്നർ ഒന്നും കഴിച്ചില്ലെങ്കിൽ അത്ര റിസ്ക് ഒന്നുമില്ല. പക്ഷെ സ്റ്റെന്റ് ഇട്ടയാള് ആ പറയുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ആദ്യത്തെ 5-6 മാസം അവർ ഒരു 2-3 ദിവസം തന്നെ നിർത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ക്ലോട്ട് വന്നിട്ട് അറ്റാക്ക് വരാനും സ്ട്രോക്ക് വരാനും ഉള്ള ചാൻസ് കൂടും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പെട്ടെന്ന് നമ്മൾ പോയിടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ നമ്മുടെ ഈ അവയർനെസ് പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നുകൊണ്ട് വളരെ ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം സ്റ്റെന്റ് ഇടാതെ തന്നെ അപ്പോഴേക്കും കാരണം വേറെ ഇൻസിഡന്റ് ഒന്നും ഇല്ല, ജസ്റ്റ് TMT പോസിറ്റീവ് ആയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം ചെയ്യാതെ ഇരുന്നിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് മറ്റേ ഇതിലേക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്കുള്ള ഇൻട്രസ്റ്റ് കാണിക്കുകയാണ് ചെയ്തത്. അപ്പം ആ ബെനിഫിറ്റ് എന്താ, നമ്മൾ സ്റ്റെന്റ് ഇടുന്നതിന്റെ മുമ്പ് ഇട്ടും തമ്മിൽ കഴിഞ്ഞ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മളെ അക്യൂട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലോട്ട് ഉണ്ടായിട്ടാണെങ്കിൽ നമുക്കൊരു ക്ലോട്ട് ബസ്റ്റർ ഇഞ്ചക്ഷൻസ് ഉണ്ട്, സ്ട്രെപ്റ്റോകൈനേസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പല തരം ഇഞ്ചക്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ക്ലോട്ടിനെ അലിയിച്ച് കളയാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ഇഞ്ചക്ഷൻ കൊണ്ട് നമ്മൾ ഫാറ്റിനെ അലിയിച്ച് കളയാൻ പറ്റില്ല. ഈ ഫാറ്റിനെ അലിയിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെന്റ് ഇട്ട് മാറ്റി വെക്കുന്നത്. പക്ഷെ പേഷ്യന്റ് സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമുക്ക് നാക്കിനടിയിൽ ഇടാനുള്ള പെയിൻ വരുമ്പോൾ ഇടാനുള്ള മരുന്നും ഒക്കെ ഉണ്ട്. നമ്മൾ റെസ്റ്റും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേബിൾ പേഷ്യന്റിനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കൂടെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ റിക്കവറിയിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ഈ ട്രോപ്പോണിനൊക്കെ വെരി ഹൈ ആയിട്ടിരിക്കുന്നവരുടെ പോലും നമ്മൾ കാണാറുണ്ട്, അതൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കുറഞ്ഞു വരും, ഓരോ ആഴ്ചയും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ അവരുടെ എക്സസൈസ് ടോളറൻസ് കൂടുന്നതും അവർക്ക് തന്നെ അത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മൾ ഈ ഹാർട്ടിനെ കുറിച്ച് അസുഖം വന്ന് അറ്റാക്ക് വന്ന് കഴിഞ്ഞിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം വളരെ യങ് ഏജിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നത് കാരണം ഇത് എന്തുകൊണ്ട് വരുന്നു, അതെങ്ങനെ നേരത്തെ തിരിച്ചറിയാം, ഹാർട്ട് അറ്റാക്ക് വന്നാൽ അത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലാത്ത വല്ലതും അസിഡിറ്റി ആണോ, ഇതൊക്കെ തിരിച്ചറിയാം. ഇതൊക്കെ എല്ലാ പേഷ്യൻസും മനസ്സിലാക്കിയിരിക്കാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് തന്നെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് തന്നെ അവെയർ ആയിരിക്കണം ട്രീറ്റ്മെന്റിനെ കുറിച്ച്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.